ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാട്ടാം. അപ്പോൾ രാവിലെ 2 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നു. ഇപ്പോൾ സമയം 3:45 3:30 ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എന്താ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടിയുടെ ടയറ് മൊട്ടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇത്തിരി നേരത്തെ പോന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നേരം ഇരിക്കേണ്ട വന്നു, ഒരു 10 മിനിറ്റ് ഇരിക്കേണ്ട വന്നു. അപ്പോൾ ആ ചായയും കുടിച്ചിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചായനെ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ എന്താ പോകണമെന്ന് ആലപ്പുഴയ്ക്കാണ് പോകണത്. നേരത്തെ എന്താ പോകണമെന്ന് ചോദിച്ചാൽ രാവിലെ 6:30 ആകുമ്പോൾ അവിടെ എത്തണം. ഒരു ഓട്ടം പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സാറിനെ കൊണ്ടുവരാൻ പോകാൻ എയർപോർട്ടിലേക്ക്. അപ്പോൾ നേരത്തെ എത്തണം എന്നും പറഞ്ഞിട്ട് രാവിലെ, അല്ലെങ്കിൽ 6 മണിക്ക് ആകുമ്പോഴാണ് പോവാറ്. ഇന്നിപ്പോൾ നേരത്തെ പോയി, അതും ട്രെയിന്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ ചായ കുടിക്കാൻ പോയ നേരത്തെ ഞാൻ ഫോട്ടോസ് എടുക്കണം കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു മഴ വന്നു. ഞാനാണെങ്കിൽ കോട്ടൊന്നും എടുത്തില്ല. അപ്പോൾ ആകെ ടെൻഷനായി. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി വരണ അനൗൺസ്മെൻ്റൊക്കെ കേൾക്കണ്ടായിരുന്നു. അപ്പോൾ ഇച്ചായൻ പറയുന്നുണ്ട്, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി, മഴ തോർന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചായൻ ഫോണൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ ഇച്ചായനോട് ചോദിക്കുന്നുണ്ട് സമയം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് 26 പുലർച്ചെ. അപ്പോൾ മഴ നല്ലോണം പെയ്തു തുടങ്ങിയിട്ടാണ്. കണ്ടില്ലേ, നല്ലോണം പെയ്തു തുടങ്ങി. ഞാൻ സ്വെറ്റർ എടുത്തിട്ടുണ്ട്, പക്ഷെ കോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഒരു ചായയും കൂടി കുടിച്ചിട്ട് അവിടെ പിന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മഴയൊക്കെ തോർന്നിട്ട് പോയാൽ മതിയല്ലോ. ഞാൻ ഇച്ചായനെ വിട്ടിട്ട് അപ്പം തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരുന്നത്. പക്ഷേ അങ്ങനെ പോവാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയത്ത് പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇച്ചായൻ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ചായ കുടിക്കണം. എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രാന്തിനെ പോലെ ഇല്ലേ, കാരണം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നേക്കണതാണേ. അങ്ങനെ അപ്പോൾ അത് ഇച്ചായൻ ഫോട്ടോ എടുക്കണതിനെ കുറിച്ചാണ് പറയുന്നത്. അത് പോർട്രേറ്റിലിട്ടിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാൻ പറയാം അതെന്തൊരു സാധനം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാട്ടെ ഈ കാണുന്നത്. അങ്ങനെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചായൻ്റെ ഫോണിലാണ് ഫോട്ടോ എടുത്തത്. ഇച്ചായൻ്റെ ഫോണിന് ക്ലാരിറ്റി കൂടുതലായതുകൊണ്ട് അതിനകത്തെടുത്തു. ഇതെൻ്റെ ഫോണിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ വരാൻ നേരത്ത് ഇച്ചായൻ നടന്ന് ഞാനതിൻ്റെ പുറകിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കയറിയ ബോഗിയിൽ ആണെന്ന് വിചാരിച്ചിട്ട് കയറി, പക്ഷേ ഫസ്റ്റത്തെ ബോഗി അല്ലായിരുന്നു, രണ്ടാമത്തെ ബോഗി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ രണ്ടാമത് ഇച്ചായൻ മാറി കയറുന്നുണ്ട്. അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ രണ്ടാമത് കയറുക. അപ്പം എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തേലേക്ക് പോവാട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തേലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും തന്നെ മാറി കയറുന്നുണ്ട്. അപ്പം ശരി പോയി. മഴ കഴിഞ്ഞതേ പടത്തിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ പുറത്തിറങ്ങാൻ പറ്റും. ഞാനവിടെ സൈഡിൽ പുറത്തിറങ്ങി നിന്നു. അപ്പോൾ മഴ പെയ്യും. ഞാൻ പിന്നെയും മഴ പെയ്തു. ഇടയ്ക്ക് കയറിയിട്ട് അവിടെ നിന്നപ്പോൾ മഴ കൂടുകയാണ്. ഞാൻ പതുക്കെ പോവാം എന്ന് വിചാരിച്ചിട്ട് സ്കൂട്ടിയിൽ അങ്ങനെ സ്കൂട്ടി കയറിയിട്ട് പതുക്കെ ഞാൻ വീട്ടിലേക്ക് പോയതിൻ്റെ ഇടയ്ക്ക് പട്ടിക്കാട് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു. ഒറ്റയ്ക്ക് വന്നത് കണ്ടപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മുടെ നാടായതുകൊണ്ട് വലിയ പേടി പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു